മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കാൽവരി മലയിൽ മാനവരക്ഷയ്ക്കായി ഈശോ അർപ്പിച്ച ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചവരാണ് റോമാ പടയാളികൾ. എന്നാൽ അത് അവർക്കൊരു രക്ഷാനുഭവമായി മാറിയില്ല. ഈശോയെ പരിഹസിക്കാനും അവിടുത്തെ വേദന വർദ്ധിപ്പിക്കാനുമാണ് അവർ പരിശ്രമിച്ചത്. ഇന്ന് ദിവ്യബലിയിൽ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ അതിൽ സംബന്ധിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അത് രക്ഷയുടെ അനുഭവമായി മാറുന്നുണ്ടോ? അതോ പടയാളികളെ പോലെ നാം വെറും കാഴ്ചക്കാരായി മാറുകയാണോ? എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തരായി ഈശോയുടെ ധീരപടയാളിയായി മാറാനുള്ള വിളിയാണ് ഓരോ നോമ്പുകാലവും നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിന്റെ പടയാളി എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഗ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചമണിഞ്ഞ്, വിശ്വാസത്തിന്റെ പരിചയേന്തി, വചനമാകുന്ന വാളേന്തി, രക്ഷയുടെ അനുഭവത്തിലേക്ക് നടക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്തുവിന്റെ പടയാളി. അതിനുള്ള കൃപാവരത്തിനായി നമുക്ക് ഈ നോമ്പുകാലത്തിൽ പ്രാർത്ഥിക്കാം.